നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രോജക്ടിന്റെ ത്രിദിന ഓണാവധിക്കാല ക്യാമ്പ് പൈഡയ 25-ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്പുച്ചിറയിൽ തുടക്കം കുറിച്ചു. ഓൾ കേരള ഫെസ്റ്റിവൽ ഫാൻസ് കോർഡിനേഷൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നാദാർച്ചന ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും കൈകോർത്തപ്പോൾ സ്കൂൾ മുറ്റത്ത് പൂത്തുലഞ്ഞത് ചെണ്ടുമല്ലികൾ. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രോജക്ടിന്റെ ത്രിദിന ഓണാവധിക്കാല ക്യാമ്പ് പൈഡയ 25-ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്പുച്ചിറയിൽ തുടക്കം കുറിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ SHO കൃഷ്ണൻ K പതാക ഉയർത്തി ക്യാമ്പിന്റെ സന്ദേശം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയത്തിലെ PTA പ്രസിഡന്റ് പ്രശാന്ത് PS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സീനിയർ അധ്യാപിക ഗീത KG, മട്ടത്തൂർ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ഹാംലെറ്റ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മനു മോഹൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡന്റും SPC PTA അംഗവുമായ പ്രശാന്ത് PS ആദരിച്ചു. 2023-24 അധ്യയന വർഷം SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കുള്ള തൃശൂർ റൂറൽ ജില്ലാ SPC പ്രൊജക്ടിന്റെ ആദരവും ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. ഈ സമൂഹത്തെ നയിക്കേണ്ടവരാണ്. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളാക്കി മാറ്റുക, സാമൂഹ്യ സേവന മനസ്സ് നിങ്ങളിൽ വെക്കുക, അല്ലേ? ഇതൊക്കെ SPCയുടെ ലക്ഷ്യമാണ്. അച്ചടക്കമുള്ള വിദ്യാർത്ഥികളായി മാറ്റുക. അച്ചടക്കം പറഞ്ഞാൽ ആര് പറയണത് കേട്ട് നടക്കുക എന്നുള്ളതല്ല. തിരുത്തേണ്ടത് തിരുത്തുകയും ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യുകയും ചെയ്യണം. പക്ഷെ നമ്മളൊരു SPC കേഡറ്റാണ് എന്നുള്ള നിലയ്ക്ക് സമൂഹം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, നമ്മളിൽ സമൂഹം കാണുന്ന ചില നന്മകളുണ്ട്, ചില ഗുണങ്ങളുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ പുറമേ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, അല്ലേ? ഓൾ കേരള ഫെസ്റ്റിവൽ ഫാൻസ് കോർഡിനേഷൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നാദാർച്ചന ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നാദസ്വര കലാകാരൻ ഒരുമനയൂർ പുരുഷോത്തമന്റെ നാദാർച്ചന ഞായറാഴ്ച വൈകിട്ട് കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രനടയിൽ വൈകിട്ട് 5:30 മുതൽ 7:30 വരെ നടക്കും. ചടങ്ങിൽ വിവിധ മേഖലയിലെ പ്രഗത്ഭരായ കലാകാരന്മാരായ തൃക്കൂർ രാജന്മാരാർ, തയ്യൂർ സുബ്രൻ, പഞ്ഞപ്പള്ളി ഗോപി, ഉദിമാനം അയ്യപ്പക്കുട്ടി, ഇരവിമംഗലം ഉണ്ണി, മണി ചാഴൂർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിജു TN, സദാശിവൻ കുറുവത്ത്, പ്രതീഷ് മുരിയാട്, സുധാകരൻ കൊടകര, പുരുഷോത്തമൻ ഒരുമനയൂർ എന്നിവർ പങ്കെടുത്തു. അമ്പലത്തിലാണെങ്കിലും അതിൻ്റെ പ്രധാന പരിപാടികൾ നടക്കുന്ന കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ ഇതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ പ്രമുഖ നാസര ടീമായ ഒരുമനയൂർ പുരുഷോത്തമൻ ടീമിൻ്റെ നാദാർച്ചന ദീപാരാധന സമയത്ത് ആഗസ്റ്റ് 31, നാളെ ഞായറാഴ്ച ആഗസ്റ്റ് 31 വൈകിട്ട് 5:30 മുതൽ 7:30 വരെ ദീപാരാധന സമയത്ത് നടത്തപ്പെടുന്നു. തന്നെ ഞാനൊരു ഇതേമാതിരി തന്നെ ഒരു 40-50 കൊല്ലത്തിൻ്റെ താഴേക്ക് ആയിട്ടുണ്ട് രംഗത്തിറങ്ങിയിട്ട്. പിന്നെ കൊടകര ഈ ഭാഗത്ത് ഒരുവിധം ടീം എല്ലാ ടീമിലും എല്ലാ സെറ്റുകളിലും ഞാൻ വായിച്ചിട്ടുണ്ട്.
കൂടുതലും ഗാന്ധിനഗറാണ് വായിച്ചിരുന്നത്. പിന്നെ മനക്കുളങ്ങര, പുത്തുകാവ് എല്ലാ ടീമും വായിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് വേറൊന്നുമില്ല. നമ്മളെ ഇടയ്ക്ക് എത്തിച്ചു കൊണ്ടുവന്നത് ബിജു പുത്തുകാവാണ്. കോർഡിനേഷൻ എന്ന് പറയുന്ന ഈ സംഘടന കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൽ പൂരങ്ങളെയും ഉത്സവങ്ങളെയും മറ്റ് ആഘോഷങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രസിഡന്റോ സെക്രട്ടറിയോ എന്നുള്ളൊരു സംവിധാനമില്ല ഇപ്പോൾ തൽക്കാലം. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. കൊടകര SN ട്രസ്റ്റിൽ നടത്തിയ ഓണാഘോഷം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സമന്വയ സാംസ്കാരിക വേദി പ്രസിഡന്റ് രാജൻ ബാബു അധ്യക്ഷത വഹിച്ചു. ദേവചൈതന്യാനന്ദ സരസ്വതി സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. രക്ഷാധികാരി നാരായണൻ P, വൈസ് പ്രസിഡന്റ് മോഹനൻ വടക്കേടത്ത്, സണ്ണി ഏറ്റുമാനുകാരൻ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണവും ഓണസദ്യയും പൂക്കള മത്സരവും ഉണ്ടായി. ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചാൽ കൊടകരയിൽ എല്ലാവരെയും എല്ലാ തലത്തിൽപ്പെട്ട ആളുകളെ ഒരുമിച്ച് നമ്മുടെ വലിയൊരു ആഘോഷമാണ് അപ്പോൾ അത് സംഘടിപ്പിച്ച അപ്പോൾ മറ്റു വിശിഷ്ട വ്യക്തികളുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ യോഗം തുടങ്ങാതിരുന്നതാണ്. പിന്നെ നമ്മുടെ ഒരുപടി ആളുകളുടെ വന്നെത്തി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിവാര്യമായതുകൊണ്ടാണ് നമ്മൾ ഈ യോഗം ഇപ്പോൾ ആരംഭിച്ചത്. എന്തായാലും സ്വാമിയുടെ പ്രസംഗം വളരെയേറെ പ്രസക്തിയുള്ളതാണ്. സമന്വയ സാംസ്കാരിക വേദി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണവിപണി നന്ദിക്കര സെന്ററിൽ പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, KC പ്രദീപ്, രാധാ വിശ്വംഭരൻ, CDS ചെയർപേഴ്സൺ സരിത തിലകൻ, വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 3 വരെ വിപണി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും കൈകോർത്തപ്പോൾ സ്കൂൾ മുറ്റത്ത് പൂത്തുലഞ്ഞത് ചെണ്ടുമല്ലികൾ. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലികൾ കണ്ണിനും മനസ്സിനും കുളിർമയായി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. വിദ്യാലയത്തിലെ UP വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. കൃഷിഭവനിൽ നിന്നും എത്തിച്ച തൈകൾ നട്ടതും പരിപാലിച്ചതും എല്ലാം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു. പ്രധാനാധ്യാപിക ജൂലിൻ ജോസഫ്, സംസ്കൃത അധ്യാപകൻ പ്രശാന്ത് P രാജൻ എന്നിവർ പൂക്കൃഷിക്ക് നേതൃത്വം നൽകി. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി. ശനിയാഴ്ച പ്രസിദ്ധി വാഴ്ച, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം എന്നിവയുണ്ടായി. വികാരി ജനറൽ മോൺ വിൽസൺ ഈരത്തറ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:15 നേർച്ച ഭക്ഷണം വെഞ്ചിരിപ്പ്, തുടർന്ന് 10 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം CMI മുഖ്യ കാർമ്മികനാകും. ഫാദർ ഷാജു ചെറിയത്ത് തിരുനാൾ സന്ദേശം നൽകും. തിരുനാൾ ദിനത്തിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ നേർച്ച ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. മാരക രാസലഹരിയായ MDMA-യുമായി 2 പേർ പിടിയിൽ. എറണാകുളം തൃക്കാക്കര മഠത്തിപ്പറമ്പ് സ്വദേശി കുട്ടക്കൽ വീട്ടിൽ മിബിൻ 31 വയസ്സ്, എറണാകുളം കണയന്നൂർ പൊന്നൂക്കര സ്വദേശി മാളിയേക്കൽ വീട്ടിൽ മനു ഗോഡ്വിൻ 32 വയസ്സ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച രാവിലെ 10:15 പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മാരക രാസലഹരിയായ 15.25 ഗ്രാം MDMA പിടിച്ചെടുത്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SI-മാരായ പ്രദീപ്, വൈഷ്ണവ്, സുധീഷ്, ജെനിൻ, ലിജു, ഡാൻസാബ് ടീം അംഗങ്ങളായ GSI-മാരായ ജയകൃഷ്ണൻ, സതീശൻ മഠപ്പാട്ടിൽ, ഷൈൻ, GASI-മാരായ സൂരജ്, സിൽജോ, റിജി, GS CPO-മാരായ ബിജു, സോണി, CPO-മാരായ ഷിൻഡോ, ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,620 രൂപ, പവന് 76,960 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രോജക്ടിന്റെ ത്രിദിന ഓണാവധിക്കാല ക്യാമ്പ് പൈഡയ 25-ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്പുച്ചിറയിൽ തുടക്കം കുറിച്ചു. ഓൾ കേരള ഫെസ്റ്റിവൽ ഫാൻസ് കോർഡിനേഷൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നാദാർച്ചന ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും കൈകോർത്തപ്പോൾ സ്കൂൾ മുറ്റത്ത് പൂത്തുലഞ്ഞത് ചെണ്ടുമല്ലികൾ. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.